ഇനി നമുക്ക് അവാർഡുകളിലേക്ക് വരാം. ആദ്യത്തെ കാര്യം, യങ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് അവാർഡ് ലഭിച്ചിട്ടുള്ളത് പൗ കുബാർസിയാണ്. 100-ന് 110% ഡിസർവ്ഡ് ആയിട്ടുള്ള ഒരു അവാർഡാണ് പൗ കുബാർസിക്ക് ലഭിച്ചിട്ടുള്ളത്. നമ്മൾ ഈ ഒരു വേൾഡ് കപ്പിന്റെ സ്ക്വാഡ് വന്ന സമയത്ത് എല്ലാ ആൾക്കാരും ചർച്ച ചെയ്തൊരു കാര്യമായിരുന്നു, പൗ കുബാർസിയെ ഫസ്റ്റ് ചോയ്സ് സെന്റർ ബാക്ക് ആയിട്ട് സ്പെയിൻ ഉപയോഗിക്കുന്നത് അത്ര മികച്ചൊരു തീരുമാനമേ അല്ല. പൗ കുബാർസി ബോൾ പൊസിഷൻ പ്രോപ്പറായിട്ട് നോക്കുന്ന ആളല്ല. അതുമാത്രമല്ല ഹൈ ലൈൻ ഡിഫൻസ് അറിയാലോ, ബാഴ്സ കളിക്കുന്നത് ഹൈ ലൈൻ ഹൈ അറ്റാക്കിംഗ് ഫുട്ബോളാണ്. അപ്പൊ ഹൈ ലൈനിൽ കളിക്കുന്ന ഒരു ഡിഫൻഡർ ആണ്. അപ്പൊ അത് സെറ്റ് ആവൂല, അതാണ് ഇതാണെന്നൊക്കെ പലരും പറഞ്ഞിരുന്നു. ഡാൻ ഹ്യൂസനെ എടുക്കുന്നതായിരുന്നു കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്നൊക്കെ പലരും പറയുന്നത് നമ്മൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ടൂർണമെന്റ് തീരുമ്പോൾ ടൂർണമെന്റിലെ ബെസ്റ്റ് യങ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയിട്ട് ആൾ മാറി. 19 വയസ്സ്, 20 വർഷത്തെ എക്സ്പീരിയൻസോടെ ഒരു സെന്റർ ബാക്ക് എങ്ങനെ കളിക്കുന്നു അതുപോലത്തെ ഒരു പെർഫോമൻസ് ആള് വേൾഡ് കപ്പ് പോലൊരു ബിഗ് സ്റ്റേജിൽ നടത്തി എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഡാൻ ഹ്യൂസൺ മോശമൊന്നുമല്ല, ഡാൻ ഹ്യൂസൺ കിടിലൻ പ്ലെയർ ആണ്. പക്ഷെ ആളുടെ പെർഫോമൻസ് കഴിഞ്ഞ സീസണിലെ പെർഫോമൻസ് മോശമായിരുന്നു, അതുകൊണ്ട് എടുത്തില്ല. നല്ല പെർഫോമൻസ് നടത്തിയ ഈ ഒരു കുബാർസി എടുത്തു. കുബാർസി തിളങ്ങി, കിടിലൻ പെർഫോമൻസ് ആൾ നടത്തി. കോച്ചിന്റെ ഡിസിഷൻ അവിടെയും മികച്ച രീതിയിൽ നിൽക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. കുബാർസിയെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ക്ലീൻ ഷീറ്റ്, 7 ക്ലീൻ ഷീറ്റ് നേടിയ ടീമാണ് ഈ ഒരു സ്പെയിന്. ഫൈനലിലും സെമിയിലടക്കം അവർ ക്ലീൻ ഷീറ്റ് നേടി. വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച അറ്റാക്കിംഗ് ടീമുകൾക്കെതിരെ പോലും അവർക്ക് ക്ലീൻ ഷീറ്റ് നേടാൻ പറ്റിയെങ്കിൽ അതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് കുബാർസി. ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൗ കുബാർസി എന്ന് പറയുന്ന പ്ലെയറിന്റെ കൂടെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സെന്റർ ബാക്കിനെ കളിപ്പിച്ചു കഴിഞ്ഞാൽ പൗ കുബാർസി നിർത്തി അങ്ങ് കത്തിക്കും. ഞാൻ പറഞ്ഞിരുന്നു, ഐമറിക് ലാപ്പോർട്ടിനെ പോലെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയർ കളിച്ചപ്പോൾ പൗ കുബാർസിയുടെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് കാണാൻ പറ്റി. അതുകൊണ്ട് തന്നെ ബാഴ്സലോണയും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സെന്റർ ബാക്കിനെ സൈൻ ചെയ്താൽ മാത്രമേ ബാഴ്സയിലും പൗ കുബാർസിയുടെ ആ ഒരു ഫുൾ പൊട്ടൻഷ്യൽ കാണാൻ പറ്റത്തുള്ളൂ എന്നതാണ്. ഈ 16 വയസ്സ്, 17 വയസ്സ്, 18 വയസ്സിൽ ഒക്കെ ഒരു ടീമിന് വേണ്ടി തിളങ്ങുക എന്ന് പറയുന്നത്, കിടിലൻ പെർഫോമൻസ് നടത്തുക എന്ന് പറയുന്നത് ഫോർവേഡ്, വിങ്ങേഴ്സ്, മിഡ്ഫീൽഡേഴ്സ് ഇവർക്കൊക്കെ അത് കോമൺ ആയിട്ട് പറ്റുന്ന കാര്യമാണ്. നമ്മൾ പല പ്ലെയേഴ്സിലും അത് കണ്ടിട്ടുള്ള കാര്യമാണ്. പക്ഷേ സെന്റർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ഒരു പ്ലെയർ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. ഒരു മിസ്റ്റേക്ക് മതി, ഒരൊറ്റ മിസ്റ്റേക്ക് മതി, മൊത്തത്തിൽ പോകും, കരിയർ തന്നെ പോകും. അതുപോലത്തെ ഒരു അവസ്ഥയായി മാറും. അങ്ങനത്തെ ഒരു പൊസിഷൻ, ക്രൂഷ്യൽ പൊസിഷനിൽ ഒരു മിസ്റ്റേക്ക് പോലും ഇല്ലാതെ വളരെ കാമായിട്ട് കിടിലൻ ഒരു പെർഫോമൻസ് നടത്തുക എന്ന് പറയുന്നത് അത്ര ഈസി പരിപാടിയല്ല. അതാണ് കറന്റ്ലി പൗ കുബാർസി ചെയ്തിട്ടുള്ളത് ഈ ഒരു വേൾഡ് കപ്പിൽ.